ലിൻസി, ഞാനങ്ങോട്ട്. എന്താ നീ ഇങ്ങനെ? ഇച്ചായ എന്താ? ഇച്ചായം പോവണ്ടെന്നോ? നല്ല കാര്യായി. നമുക്ക് ഇവിടെയുള്ള ബിസിനസ് തന്നെ പോരെ ഇച്ചായ. എടി, ദുബായിലൊരു ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. അതാ ശ്യാം വന്നു. അപ്പൊ ഞാൻ ഇറങ്ങാം. ശരി. ആ, മോളെവിടെ? മോള് വിളിക്കണ്ട, ഉറങ്ങട്ടെ. എന്നാ ശരി. ഡിക്കോ പണി. ശരി. ഇതവിടെ വെച്ചോ. ഇങ്ങനത്തെ അച്ചായ. ഹലോ അച്ചായ, സ്വപ്നം കാണായിരുന്നോ? 2 വർഷമായില്ലടാ ദുബായി പോയിട്ട്. ആ, വീട്ടിൽ പറയാണ്ടല്ലേ വരുന്നേ? ആ, അതുകൊണ്ടാണല്ലോ നിന്നോട് ആരോടും പറയണ്ടെന്ന് പറഞ്ഞത്. ആ, എനിക്ക് തോന്നി. ഇതെന്റെ വൈഫിന്റെ ബർത്ത്ഡേ ആടാ. ഞാൻ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാ വന്നേക്കണേ. ഓ, അത് ശരി. അടിച്ചു പൊളിക്ക്. എന്നാ ഷാമ്പോയ്ക്കോ? ശരി അച്ഛാ. ഓക്കെ. ഓക്കെ. ഈ സ്കൂട്ടർ ഇതാരെ ഷൂസ്? ഇതെന്താ ഒന്നും പറയാണ്ടേ? ഭയങ്കര സർപ്രൈസ് ആയല്ലോ. എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ദുബൈയിലോട്ട് പോയത്. അത് പിന്നെ ഇച്ചായ, നമ്മുടെ കുടുംബത്തിന് കൂടി വേണ്ടിയാ. അത് നീ മറന്നു. എവിടെയാടി അവൻ? ഏതവൻ? ഏതവനെന്നോ? ഞാൻ കാണിച്ചത് എനിക്ക്. നീ ഇത്ര ചീപ്പാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇച്ചായൻ എന്താ ഈ പറയുന്നേ? അതിനിപ്പോ ഇവിടെ എന്തുണ്ടായത്? എന്തുണ്ടായെന്നാ? ദാ കാണ്. നീ എന്ത് വിചാരിച്ച് ഞാൻ പൊട്ടനാന്നാ? അതെ, നിങ്ങൾ പൊട്ടനാണ്. നീ എന്താടി പറഞ്ഞ? എന്നെ തൊട്ടു പോകരുത് നീ. എടാ പൊന്നാർമോനെ, ഇറങ്ങി വാടാ, വെറുതെ സീനാക്കണ്ട. എടാ നിന്നെ ഞാൻ എന്റെ ധൈര്യം വന്നടാ എന്റെ വീട്ടിൽ കാണാൻ. നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ലടാ. നിന്നെ വീട്ടിൽ കയറിയല്ല. ഓള് പേടിച്ചോ?
അച്ഛന് അമ്മയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സംസാരിച്ചിട്ട് വരാം. ശരി അച്ഛാ. മോള് ഉറങ്ങിക്കോ, അച്ഛൻ പെട്ടെന്ന് വരാം. പെട്ടെന്ന് വരും കേട്ടാ. ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ. പ്രവാസികളുടെ ഭാര്യമാരെ നീയൊക്കെ വശീകരിച്ച് സൂയിക്കുമ്പോ എന്നെ പോലുള്ള പ്രവാസികൾ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് നിനക്കൊന്നും അറിയില്ല. തിരിച്ചടിക്കില്ലെന്ന് വിചാരിച്ച് അടിക്കാൻ നിൽക്കണ്ട. ഞാൻ ഇവള് വിളിച്ചിട്ട് വന്നതാ. ആദ്യമായിട്ട് പരിചയപ്പെടുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഇവളുടെ കല്യാണം കഴിഞ്ഞാണെന്ന്. സ്നേഹിച്ചുപോയി. ക്യാ സമാന. ഒരു ഭർത്താവിനോട് കാമുകമെന്ന് പറയാം ഭാര്യ ഇഷ്ടാണെന്ന്. ഇത്ര പറയാനൊന്നുമില്ല. കല്യാണം കഴിഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും സ്നേഹിക്കുന്നവർക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള റൈറ്റ്സ് കോടതി തരുന്നുണ്ട്. എന്ത് കോടതി? നിന്റെ കുട്ടിയുടെ അച്ഛനാണ് ഞാൻ, നിന്റെ ഭർത്താവാണ് ഞാൻ. റിൻസേ, നീ എന്നോട് അന്നൊരിക്കൽ ചോദിച്ചില്ലേ പാതി വഴിയിൽ വെച്ച് ഇട്ടേച്ച് പോവെന്ന്? എനിക്ക് നിന്നെ വേണം. ആരുടെ കൂടെ പോകണമെന്ന് നീ തീരുമാനിച്ചാൽ മതി. എന്താണ് സുഖേട്ടാ, എത്ര ദിവസമായി ഞാൻ ചോദിക്കുന്നത്? ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഗോഡൗണിൽ എത്തിക്കാന്ന് പറഞ്ഞ സാധനം ലേറ്റായിരുന്നു. അതുപോലെ ഇനി നടക്കില്ല. പറഞ്ഞ സമയത്തൊന്നും നിങ്ങൾ ഇതുവരെ സാധനം എത്തിച്ചിട്ടില്ല. ഉറപ്പായിട്ടും നിങ്ങളായിട്ടുള്ള ഡീൽ ഞാൻ ഒഴിവാക്കും. അതൊക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ ശരിയായിക്കോളാം. ഹായ് റിൻസി. ഹായ് അബി. എടാ ഞാൻ ലേറ്റായോ? ഇല്ല, കുഴപ്പമില്ല. എടാ ആക്ച്വലി ഞാൻ എറണാകുളത്തേക്ക് പോകാൻ ഇറങ്ങിയായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ ഒരു മൂവിയുടെ കാര്യം. അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആണോ? പിന്നെന്ത് പോവാഞ്ഞേ? എടാ അത് വേണ്ട, നിനക്ക് വയ്യാണ്ടിരിക്കുകയല്ലേ, ഈ സമയത്തല്ലേ ഞാൻ നിന്റെ കൂടെ വേണ്ടത്. എടാ അത് കുഴപ്പമില്ല, നീ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. നീ ഒന്നും പറയണ്ട. എടാ മൂവി പിന്നെയും കിട്ടും. ഈ സമയത്ത് എൻ്റെ സാമീപ്യം നിനക്ക് ആവശ്യമാണ്. എന്നാലും ഒരെന്നാലും ഞാൻ പറയുന്നേക്ക് റിൻസി, ഇതാണ് എൻ്റെ സന്തോഷം. നീ കൂടാ പ്ലീസ് പ്ലീസ് പ്ലീസ്. കൂളല്ലേ? ഐസ്ക്രീം പറയട്ടെ? ഏതാ വേണ്ടേ? മാംഗോ. മാംഗോ, ഒരു മാംഗോ, പിന്നെ ഒരു ബട്ടർ സ്കോച്ച്. ആർ യു ഹാപ്പി? അബി, എനിക്ക് നിന്റെ കൂടെ ജീവിച്ചാൽ മതി. ഓരോ കോടതി വിധിയും മനുഷ്യന്റെ സംരക്ഷണത്തിനും നന്മയ്ക്കും വേണ്ടി തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അവരവരുടെ ജീവിത സുഖ സൗകര്യത്തിന് വേണ്ടി കോടതി വിധിയെ ദുരുപയോഗം ചെയ്യുമ്പോൾ തകർന്നു പോകുന്നത് ജെറീഷിനെ പോലെ എത്രയെത്ര ജീവിതങ്ങൾ. ജെറീഷിന്റെ ഈ വിധി തുടരാതിരിക്കട്ടെ.